ഇടവകയിലെ എല്ലാ ഇടവകാംഗങ്ങൾക്കും ഏറ്റവും മനോഹരമായിട്ട് ഏറ്റവും സന്തോഷത്തോടെ തിരുനാളിൻ്റെ എല്ലാ മംഗളങ്ങളും നേരുന്നു. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോയിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം. അപ്പോൾ നമുക്കറിയാം ഏറ്റവും വെറൈറ്റി പിണ്ടി ഡെക്കറേഷൻസ് കാണുന്ന ഒരു ഇടവകയാണ് പേരാമ്പ്ര ഇടവക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ എന്തായാലും വെറൈറ്റി പിണ്ടി ഡെക്കറേഷൻ ഉണ്ടാകുമെന്ന് ഉറപ്പുള്ള ഒരു സ്ഥലമാണ് പൊന്മീശ്ശേരി ബിജു ചേട്ടൻ്റെ വീട്. ഒപ്പം സിസ്റ്റർ സഹായത്തിന് എത്തിയിട്ടുണ്ട്. ചേട്ടൻ്റെ പെങ്ങളല്ലേ? ചേട്ടൻ്റെ പെങ്ങളാണ് സിസ്റ്റർ ശോഭ സിസ്റ്റർ സേവനം അനുഷ്ഠിക്കുന്നത് മേഘാലയയിലാണ്. അപ്പോൾ അത് നല്ല ഭംഗിയായിട്ടൊരു പിണ്ടി ഡെക്കറേഷൻ ബിജു ചേട്ടൻ ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. സിസ്റ്ററുടെ സഹായം ഉണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഒരു തീം അല്ലെങ്കിൽ ഈ ഒരു ഐഡിയ ചേട്ടൻ്റെതാണോ അതോ സിസ്റ്ററിൻ്റെതാണോ? ഒട്ടിക്കാൻ മാത്രമേ സിസ്റ്റർ വന്നിട്ടുള്ളൂ, ബാക്കിയൊക്കെ ചേട്ടന്റെ വർക്കാണ്. ഓക്കെ, അപ്പൊ സൂപ്പർ ആയിട്ടുണ്ട്. ഓരോ വർഷവും വെറൈറ്റി ഡെക്കറേഷൻസ് ഉണ്ടാക്കാന്നുള്ളത് ഒരു എന്താ പറയാ ഒരു കടുത്ത തീരുമാനമാണെന്ന് തോന്നുന്നല്ലേ? ഓക്കെ. അപ്പൊ എന്തായാലും നമുക്ക് തിരുനാളിന് വരുന്ന സമയത്തുണ്ടല്ലോ ഉറപ്പാണ് ബിജു ചേട്ടൻ ഇവിടെ ഒരു വെറൈറ്റി ഡെക്കറേഷൻസ് ഒരുക്കിയിട്ടുണ്ടാവും എന്നുള്ളത്. അതുകൊണ്ട് ഒരു പ്രാവശ്യം പോലും നമുക്ക് ഇവിടെ നിരാശപ്പെടേണ്ടി വന്നിട്ടില്ല കേട്ടോ. അപ്പൊ എല്ലാ വർഷവും ഏറ്റവും നല്ല വെറൈറ്റി ഡെക്കറേഷൻസ് ഉണ്ടാക്കാനായിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. പിന്നെ ഈ ഒരു പിണ്ടി ഡെക്കറേഷനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ പെർഫെക്ഷൻ, ഒരു രക്ഷയില്ല, സൂപ്പർ ആയിട്ടുണ്ട്. നല്ല ഭംഗിയിൽ തന്നെയാണ് ഇത് ചെയ്തിട്ടുള്ളത്. പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രസൻസ് ഉണ്ട്. ഈശോയുടെ ശരിക്കും എന്താ പറയുക ദൈവാനുഗ്രഹം നിറഞ്ഞ ഒരു ക്രിയേഷൻ എന്ന് തന്നെ പറയാൻ പറ്റും. അപ്പോൾ കളർ കോമ്പിനേഷൻ എടുത്ത് പറയേണ്ടത് തന്നെയാണ്. സൂപ്പർ ആയിട്ടുണ്ട്. ഏതൊരു പോർഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിലും ആ താഴേന്ന് തുടങ്ങിയത് അടി മുതൽ മുടി വരെ എന്ന് പറയില്ലേ, അതുപോലെ എല്ലാം പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സൂപ്പർ ആയിട്ടുണ്ട്. എല്ലാവരുടെയും സഹായവും എന്താ പറയുക സഹകരണവും ഒക്കെ ഉണ്ടായിരുന്നു. വീട്ടിലെല്ലാവരും സഹായിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ എന്നാലും മെയിൻ ആള് ബിജു ചേട്ടൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഏറ്റവും ഭംഗിയായിട്ട് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ സമ്മാനം കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. കള്ളിയത്തുപറമ്പിൽ ജോബിച്ചേൻ്റെ വീട്ടിലാണ് കേട്ടോ നമ്മൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ ജോബിച്ചേൻ്റെ ഭാര്യ ലിറ്റിൽ ഫ്ലവർ ടീച്ചറിനെ നിങ്ങൾ എന്തായാലും ഒരിക്കലും മറക്കാനായിട്ട് സാധ്യതയില്ല. കഴിഞ്ഞ വർഷം പിണ്ടി ഡെക്കറേഷൻ കോമ്പറ്റീഷനിൽ 1ാം സമ്മാനം നേടിയിട്ടുള്ളത് ടീച്ചർ തന്നെയായിരുന്നു. അപ്പോൾ ഈ വർഷവും 1ാം സമ്മാനം നേടണം എന്നുള്ള വാശിയോട് കൂടി തന്നെയാണ് മത്സരിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ശരിക്കും ഈ ഒരു പിണ്ടി ഡെക്കറേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു പിണ്ടി ഡെക്കറേഷൻ എന്നതിലുപരി ഇത് നമ്മളോട് ഒരു കഥ പറഞ്ഞു തരുന്നത് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ശരിക്കും ഈശോയെക്കുറിച്ച് അറിയാത്തവർക്കാണെങ്കിലും അല്ലെങ്കിൽ കൊച്ചു കുട്ടികൾക്കാണെന്നുണ്ടെങ്കിലും ഈശോയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാനായിട്ട് ഇതിൽ മനോഹരമായിട്ടുള്ളൊരു മാതൃക വേറെ ഇല്ല എന്ന് തോന്നുന്നു. അപ്പോൾ ഈ ഒരു തീം സെലക്ട് ചെയ്യാനായിട്ട് എന്താണ് കാരണം എന്ന് ടീച്ചറോട് തന്നെ ചോദിക്കാം. ഞങ്ങള് പുതിയ തീമുകളാണ് എല്ലാ വർഷവും ഞങ്ങൾ നോക്കാറ്. അപ്പോൾ ഈ വർഷം നമ്മുടെ മേലൂര് പള്ളിയിലെ അൽത്താരമെന്നാണ് എനിക്ക് ഇതിന്റെ കണ്ടന്റ് കിട്ടിയത്. പള്ളിയുടെ അൽത്താരയിൽ ഇരിക്കുന്നത് ഈ രൂപമായിരുന്നു. അപ്പൊ അതിനെ പറ്റി ഞാൻ അച്ഛനെ ചോദിച്ചറിഞ്ഞപ്പോഴാണ് പറഞ്ഞത് പെലിക്കൻ പക്ഷി തന്റെ കുഞ്ഞുങ്ങൾ ജീവിക്കണമെങ്കിൽ അതേ ബ്ലഡ് തന്നെ അവർക്ക് ആദ്യമായിട്ട് കൊടുക്കണം. അപ്പൊ അത് മറ്റു പക്ഷികൾ കൊടുക്കൂലല്ലോ, അമ്മ തന്നെ തന്റെ ഹൃദയം തുറന്ന് അതിൽ നിന്ന് ചോര എടുത്തിട്ട് കുട്ടികൾക്ക് ജീവൻ കൊടുക്കും, അമ്മ മരിക്കും. അതേ ഇത് തന്നെയാണല്ലോ നമ്മുടെ ഈശോ ക്രിസ്തു നമുക്ക് വേണ്ടി സ്വന്തം ജീവൻ ബലിയർപ്പിച്ചു, സ്വന്തം രക്തം കൊണ്ട് നമ്മളെ ശുദ്ധീകരിച്ചു. അതേ കണ്ടന്റ് തന്നെയാണ് ഞാനിവിടെ ചെയ്തത്. അപ്പോൾ ടീച്ചർ പറഞ്ഞ ആ ഒരു കാര്യം അപ്പാടെ ഇതിൽ പകർത്താനായിട്ട് ടീച്ചർക്ക് പറ്റിയിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. ഈ ഒരു ഡെക്കറേഷൻ നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇവിടെ ബ്ലീഡിങ് ഹാർട്ട്, നമ്മുടെ അമ്മ പെലിക്കൻ ഹൃദയത്തിൽ നിന്ന് ചോരയുടെ തുള്ളികൾ കുഞ്ഞുങ്ങൾക്ക് വായിലേക്ക് ഇറ്റിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കഥ കറക്റ്റായിട്ട് നമ്മുടെ മനസ്സിലേക്ക് വരും എന്നുള്ളതാണ്. അത് ഏറ്റവും ഭംഗിയായിട്ട് ഈ ഒരു പിണ്ടി ഡെക്കറേഷനിലേക്ക് പകർത്താൻ കഴിഞ്ഞു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അതിനെത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. ജോബിച്ചേൻ്റെ ഹെൽപ്പും കൂടെ ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും അത് എന്തായാലും അത് ഉറപ്പാണ്. കാരണം അത്രയ്ക്ക് വർക്ക് വന്നിട്ടുണ്ട് ഇതിൽ. അതുപോലെ തന്നെ ഇതിൽ ഓരോ ഭാഗങ്ങളും, അതായത് ഈ ഒരു മരത്തിൻ്റെ ഒരു പോർഷൻ, അതായത് ഈ പൂക്കളാണെന്നുണ്ടെങ്കിലും ഇതിൻ്റെ ഏത് ഭാഗം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും അത്ര പെർഫെക്റ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. ഒരു ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ കണ്ടുപിടിക്കാൻ തന്നെ ഇല്ല. എങ്ങനെ നോക്കിയാലും ഒരു ഡിഫക്റ്റ് കാണാനായിട്ടില്ല കേട്ടോ. അത്ര ഭംഗിയിൽ ചെയ്തിട്ടുണ്ട്. നമ്മുടെ കിളിയുടെ കൂടാണെന്നുണ്ടെങ്കിൽ പെലിക്കൻ്റെ കൂടാണെന്നുണ്ടെങ്കിലും നല്ല ഭംഗിയായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇത് എന്ത് ന്യൂസ് പേപ്പർ ഇല്ലേ, ന്യൂസ് പേപ്പർ നമ്മൾ റോൾ ചെയ്യും റൗണ്ട് ചെയ്ത്, പിന്നെ അത് വെച്ചിട്ട് കൂട് ഉണ്ടാക്കുക ചെയ്ത്. അപ്പോൾ ഒത്തിരി വർക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ന്യൂസ് പേപ്പർ കൊണ്ട് ഇത്രയും കൊടുത്തിട്ട് പിന്നെ ഇതിൽ കളർ എന്താ ചെയ്തിട്ടുള്ള കളർ നമ്മൾ പെയിന്റ് ചെയ്തിട്ടുള്ള ഓക്കെ സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. ആ നമ്മുടെ എന്താ പറയുക ആ ബ്ലീഡിങ് ഹാർട്ട്, നമ്മുടെ സേക്രഡ് ഹാർട്ടിൻ്റെ ആ ഒരു ഭാഗം, അതിൽ നിന്നുള്ള ആ ഒരു തീനാളത്തിൻ്റെ ആ ഒരു ഭാഗം പോലും അത്ര പെർഫെക്ഷനിലാണ് വന്നിട്ടുള്ളത്.
സൂപ്പർ എന്താ പറയുക, ഇതിനെ എന്താ അമേസിങ്, എങ്ങനെ പറഞ്ഞ് ഇതിനെ വിവരിക്കണം എന്ന് എനിക്ക് അറിയില്ല, അത്രയ്ക്ക് ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം വേറെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിലെ ഫ്രണ്ട് ഭാഗം എത്ര മനോഹരമാണോ അത്ര തന്നെയാണ് പുറകിലും ചെയ്തിട്ടുള്ളത്. അതായത് പെർഫെക്ഷന് എവിടെയും ഒരു കുറവും വരുത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഇവിടെ ഈ ഒരു പൂക്കൾ കാണാനാണെങ്കിലും ഇതിൽ കൂടെ ബഡ്സ് കൊടുത്തിട്ടുണ്ടല്ലേ, നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പോർഷനൊക്കെ നല്ല രസമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇത് നമ്മുടെ കാർഡ്ബോർഡിനെ പൊളിച്ചിട്ടുള്ള ഭാഗമാണ്. നമുക്ക് പൂക്കടകളിൽ വരുമ്പോ പൂക്കൾ ഇങ്ങനെ പൊതിഞ്ഞു കൊണ്ടുവന്ന പേപ്പറില്ലേ, കാർഡ്ബോർഡുമ്പോ ഞങ്ങൾ അതാണ് റോൾ ചെയ്ത് വെച്ചിരിക്കുന്നത്. കാർഡ്ബോർഡുമ്പോ ന്യൂസ് പേപ്പർ ചെയ്തു, അത് കഴിഞ്ഞിട്ട് ആ പേപ്പറാണ് ചെയ്ത് നമുക്ക് ആ ശരിക്കും ഒറിജിനാലിറ്റി കിട്ടാൻ വേണ്ടിട്ട്. അത് നല്ല രസമായിട്ടുണ്ട്, നല്ല ഭംഗിയായിട്ടുണ്ട്. അത് ചെയ്തപ്പോ ഭയങ്കര പെർഫെക്ഷൻ ആയിട്ടുണ്ട്, അടിപൊളി. ഇതാ സൂപ്പർ. ഇവിടെ ഈ താഴത്തത് ഇത് റോൾ ചെയ്ത് നീക്കി വെക്കാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത് അല്ലെ, സ്റ്റാൻഡാണ്, അപ്പൊ നമുക്ക് എവിടേക്ക് വേണമെങ്കിലും മാറ്റി വെക്കാൻ പറ്റും. ഓ, അതും സൂപ്പർ ഐഡിയ ആയിട്ടുണ്ട്. അത് ചോദിച്ചേണ്ട ഐഡിയ, വണ്ടി എടുക്കാനൊക്കെ ബുദ്ധിമുട്ട് വരില്ലേ, അപ്പൊ അതിന് വേണ്ടി. അത് ശരി, ഓക്കെ. ഇത് കറക്റ്റ് ആ ഒരു എൻട്രൻസിൽ തന്നെയാണ് ഈ ഒരു ഡെക്കറേഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ വണ്ടി എടുക്കുന്ന സമയത്ത് ബുദ്ധിമുട്ടൊന്നും വരാതിരിക്കാൻ വേണ്ടി ഈ ഒരു ഐഡിയ ജോബിച്ചേണ്ടയാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും ടീച്ചറെ ചേട്ടാ സൂപ്പർ ആയിട്ടുണ്ട്. ഇതിലെന്താ പറയുക, നമ്മൾ ഇതുവരെ കണ്ടതിൽ വെച്ചിട്ട് ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡെക്കറേഷൻ ആയിട്ട് തോന്നി. കാരണം ഇതൊരു ഡെക്കറേഷൻ എന്നതിലുപരി നമ്മളോട് കുറേ കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത് കാണുന്ന ആർക്കായാലും ഇതിലെ ഒരു തീം, അതിലൊരു സ്റ്റോറി നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഈശോയുടെ സ്നേഹത്തിനെ വർണ്ണിക്കാൻ വേണ്ടിയിട്ട്, ഇത്രയും ഉദാത്തമായ ഒരു സ്നേഹം വർണ്ണിക്കാൻ പറ്റിയ ഏറ്റവും ഒരു നല്ല സ്റ്റോറി എന്ന് പറയുന്നത് പെലിക്കണ്ടത് തന്നെയാണ്. ആ ഒരു ഉപമ അത് തന്നെയാണ് നമുക്ക് ഏറ്റവും കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കാര്യം. അപ്പോൾ ഏറ്റവും അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ സമ്മാനം കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. അമ്പുതിരുന്നാളിനോടനുബന്ധിച്ച് പിണ്ടി ഡെക്കറേഷൻ ചെയ്യുന്ന സമയം വരുമ്പോൾ നമ്മൾ കൂടുതൽ പേരും ചിന്തിക്കുന്നത് എന്തായിരിക്കും എന്ന് എനിക്കറിയാം. അതായത് നമുക്ക് മെഷർമെൻറ്റ്സ് ഒക്കെ കിട്ടുകയാണെങ്കിൽ നമുക്ക് അത് ഒന്ന് ചെയ്ത് നോക്കാം എന്നാണ് വിചാരിക്കാറല്ലേ. പൊതുവെ എല്ലാവരും അങ്ങനെ തന്നെയാണ്. പക്ഷേ അതാണ് ഇവിടെ ജോവിനെ തികച്ചും വ്യത്യസ്തനാക്കുന്നത്. അപ്പോൾ ഈ ഒരു പിണ്ടി ഡെക്കറേഷൻ കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം എത്രമാത്രം വർക്കാണ് ഇതിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പിക്ചർ ശരിക്കും ജോവിൻ്റെ മനസ്സിൽ നിന്നാണ്, മെഷർമെൻറ്റ്സ് ഒന്നും കയ്യിലില്ലാണ്ട് മനസ്സിൽ നിന്നുള്ളൊരു ഐഡിയയാണ് എല്ലാം തികഞ്ഞ പെർഫെക്ഷനോട് കൂടെ ഇവിടെ ഇങ്ങനെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് എന്തായാലും ജോവിൻ്റെ ഹാർഡ് വർക്കും ആ ഒരു ഡെഡിക്കേഷനും അത് എടുത്ത് പറയേണ്ട കാര്യം തന്നെയാണ്. അത്രമാത്രം ഹാർഡ് വർക്ക് ഇതിന് പിന്നിലുണ്ട്. ജോവിൻ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ഈ ഒരു വർക്ക് ഇവിടെ ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര സമയം എടുത്തിട്ടുണ്ടാവും? 6-7 ദിവസം, ഒരാഴ്ച ഫുള്ള് എടുത്തിട്ടുണ്ട് ഈ ഒരു വർക്ക് എടുക്കാനായിട്ട്. ഈ ഒരു പോർഷനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി വർക്ക് വന്നിട്ടുള്ള ഭാഗങ്ങളാണ് ഇതൊക്കെ. ഫേസും ഉണ്ടാക്കിയത് തന്നെയാണ്. അപ്പോൾ ഇതിലുള്ള എവ്രി പാർട്ട്, ഈച്ച് ആൻഡ് എവ്രി പാർട്ട് എന്ന് പറയാൻ ശരിക്കും അല്ലേ, എല്ലാം സ്വയം ഉണ്ടാക്കിയതാണ്. ഒന്നും തന്നെ ഉണ്ടാക്കി വാങ്ങിക്കുകയോ അല്ലെങ്കിൽ പുറത്ത് റെഡിമെയ്ഡ് അങ്ങനത്തെ ഒന്നുമില്ല. എല്ലാ ഭാഗങ്ങളും ജോവിൻ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൽ കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ കാർഡ്ബോർഡ് ഇതൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതെല്ലാം കാർഡ്ബോർഡുകളാണ്. ഒക്കെ കാർഡ്ബോർഡിലാണ് സെറ്റ് ചെയ്തത്. അപ്പോൾ ഈ ഒരു പോർഷൻ ഇങ്ങനെ അത് നമ്മൾ ആദ്യം കാർഡ്ബോർഡ് ഈ ഒരു ആർക്കിൽ വെട്ടിയിട്ട് പിന്നെ അതുമ്പോൾ ഇത്രയും വീതിയിലുള്ള ഒരു ഇത് കൊടുത്ത ലൈൻസ് കൊടുത്തിരിക്കണം. അതുപോലെ ഈ പേപ്പർ ആ ഒരു ഗ്യാപ്പിൽ ഒട്ടിച്ചു കൊടുത്തിരിക്കുകയാണ്. ഓക്കെ. ശരിക്കും ഭയങ്കര പെർഫെക്ഷനിലാണ് ഈ ഒരു വർക്ക് ചെയ്തിട്ടുള്ളത്. നമ്മൾ പലപ്പോഴും തെയ്യം കാണുന്നത് ആർട്ടിഫിഷ്യൽ നമ്മൾ ഉണ്ടാക്കി കണ്ടിട്ടുള്ള അല്ലെങ്കിൽ എന്താ പറയുക ഒരു റെഡിമെയ്ഡ് ഐറ്റം ആയിട്ടൊക്കെ നമ്മൾ കാണുന്നുണ്ടെങ്കിലും ഒരാൾ ഇത് ഇരുന്ന് ഇങ്ങനെ ഇത്ര പെർഫെക്ഷനിൽ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ശ്രമകരമായിട്ടുള്ള ഒരു ജോലി തന്നെയാണ്. അപ്പോൾ ജോവിനെ ഞാൻ ഇനി പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ടെന്ന് തോന്നുന്നു. കാരണം എല്ലാവരെയും നമ്മൾ പിണ്ടി ഡെക്കറേഷൻ വീഡിയോ നോക്കിയിട്ടുള്ള എല്ലാവരും തന്നെ ജോവിനെ കണ്ടിട്ടുണ്ടാവും. കാരണം ഏറ്റവും ഭംഗിയായിട്ട് ഏറ്റവും പെർഫെക്ഷനിൽ എങ്ങനെ വേസ് കട്ട് ചെയ്ത് ഒട്ടിക്കാം എന്നുള്ളത് പഠിപ്പിച്ചു തന്ന ആളാണ് ജോവി. അപ്പോൾ ജോവിന് ശരിക്കും ഈ ഒരു ഐഡിയ എങ്ങനെ ചെയ്യണം എന്ന് തോന്നാനായിട്ട് എന്തായിരുന്നു റീസൺ? പ്രത്യേകിച്ച് എനിക്ക് എല്ലാവരും ഇപ്പം അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും ചോദിക്കും ചേട്ടാ വെറൈറ്റി ഒന്നുമില്ലേ. അപ്പം അങ്ങനെയാണ് ഞാൻ ഈ ഒരു വെറൈറ്റി കിട്ടിയത്. ഓക്കെ. അപ്പോൾ എന്തായാലും സാധാരണ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ചെയ്യുന്ന ഒരു മോഡലിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് ചിന്തിക്കുക എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ്. അതുപോലെ ഈ ഒരു മോഡൽ ഇത് സെലക്ട് ചെയ്തിട്ട് ഇത്ര പെർഫെക്റ്റ് ആയിട്ട് ഇവിടെ ഡെക്കറേറ്റ് ചെയ്ത് വെക്കാൻ പറ്റി എന്നുള്ളതും വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഏറ്റവും ആത്മാർത്ഥമായിട്ട് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. വെറൈറ്റികൾ അന്വേഷിക്കുന്നവർക്ക് ഏറ്റവും നല്ല മോഡലുകളാണ് കേട്ടോ. അതായത് നമ്മൾ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് വെറൈറ്റി ആയിട്ടുള്ള എന്തെങ്കിലും തീംസ് ഒക്കെ കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു മോഡൽ തന്നെയാണ്. ഇനി വെറൈറ്റി ഐഡിയാസ് ജോവിന് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. ജോവിനപ്പോൾ ഈ കൈയുടെ ഈ പോർഷനൊക്കെ ഇതൊക്കെ ചെയ്തിട്ടുള്ളത് എന്ത് മെറ്റീരിയലാണ് യൂസ് ചെയ്തിട്ടുള്ളത്? പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. എന്നിട്ട് അത് ഷേപ്പ് ചെയ്ത് എടുക്കുകയാണ്. അപ്പോൾ അതും തന്നെ ചെയ്തു. ഓക്കെ. അപ്പോൾ എല്ലാ വർക്കും ജോവിൻ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇതിലെ എല്ലാ ഭാഗങ്ങളും ജോവിൻ ക്രിയേറ്റ് ചെയ്ത് എടുത്തതാണ്.
ഓക്കെ, അപ്പോൾ ഒരാഴ്ച കൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരാഴ്ച കൊണ്ട് ഇത് തീർത്തെടുത്തു എന്ന് പറയുന്നത് അതിനേക്കാൾ വലിയൊരു അത്ഭുതം തന്നെയാണ്. അപ്പോൾ ഇത്രയും വലിയൊരു വർക്ക് ചെയ്യാനായിട്ട് ഒരാഴ്ച എടുത്തു എന്ന് പറഞ്ഞാൽ ജോബിൻ അത്രയും വലിയൊരു കലാകാരനാണ് എന്നുള്ളതാണ് അതിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുക. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ഡെക്കറേറ്റീവ് നമ്മുടെ പിണ്ടി ഡെക്കറേഷൻ ഐഡിയ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ജോബിൻ നെക്സ്റ്റ് ഇയർ അടുത്ത വർഷങ്ങളിലും ഇനി വരുന്ന വർഷങ്ങളിലെല്ലാം ജോബിന് ഏറ്റവും വെറൈറ്റി ആയിട്ടുള്ള ഡെക്കറേഷൻ ഐഡിയാസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കട്ടെ. കളത്തിങ്കൽ റാഫിച്ചേൻ്റെ വീട്ടിലാണ് കേട്ടോ ഈ ഒരു പിണ്ടി ഡെക്കറേഷൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ചെയ്തിട്ടുള്ളത് റാഫിച്ചേൻ്റെ ഭാര്യയായിട്ടുള്ള ജിൻസി ചേച്ചിയാണ്. ജിൻസി ചേച്ചിയുടെ മോളാണ്, അതൊരു മോളാണ്. മോളുടെ പേര് ആഷ്ലിയാണ് കേട്ടോ. അപ്പോൾ ആഷ്ലിയും അമ്മയും പപ്പയും എല്ലാവരും കൂടിയിട്ടാണ് ഈ ഒരു ഡെക്കറേഷൻ ഇവിടെ ഭംഗിയായിട്ട് ഒരുക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു എന്താ പറയുക പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഭാഗം പ്രാവിൻ്റെ ഒരു രൂപമൊക്കെ ആണെങ്കിൽ നല്ല പെർഫെക്ഷനിലാണ് ചെയ്തിട്ടുള്ളത്. എത്ര സമയം എടുത്തു ഇത് ചെയ്യാനായിട്ട്? ഇത് ഓൾറെഡി ഒരു 2 ദിവസത്തെ നൈറ്റ് ഇരുന്ന് ചെയ്ത ഒരു ഫുൾ 7 മണി തൊട്ട് 11 മണി എല്ലാരും കൂടെ ഇരുന്ന് ചെയ്തു. തന്നെയാണോ ചെയ്തത്? ഓ സൂപ്പർ. ഏത് പഠിക്കുകയാണ്? +1 പഠിക്കുകയാണ്. അപ്പോൾ എക്സാമിന്റെ സമയമൊക്കെയാണ് അല്ലേ? എക്സാമിന്റെ സമയമൊക്കെയാണ്. എന്നാലും ഇത്രയും ഭംഗിയായിട്ട് ഒരു പിണ്ടി ഡെക്കറേഷൻ ഒരുക്കാൻ വേണ്ടിയിട്ട് ഉറക്കമൊക്കെ കളഞ്ഞ് പഠിപ്പൊക്കെ നേരത്തെ കഴിച്ചു വെച്ചിട്ട് പഠിച്ചിട്ടില്ല എന്ന് പറയുന്നില്ല, ടീച്ചർമാർ കേട്ടാൽ പ്രശ്നമാവും. അപ്പോൾ അത് കാരണം നേരത്തെ പഠിപ്പൊക്കെ കഴിച്ചു വെച്ചിട്ട് ആണ് ഈ ഒരു ഡെക്കറേഷൻ ചെയ്യാനായിട്ട് ഇരുന്നത്. അതായത് ഇവരിവിടെ ഭജനൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഭജനൊക്കെ എഴുതി വെച്ച് അത്രയും ഏറ്റവും നന്നായിട്ടാണ് തിരുനാളിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തിയിട്ടുള്ളത്. അപ്പോൾ പിണ്ടി ഡെക്കറേഷൻ കോമ്പറ്റീഷൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്. സമ്മാനം കിട്ടട്ടെ എന്ന് ഏറ്റവും ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. അപ്പോൾ ഇനി അടുത്ത വർഷങ്ങളിലേക്കും വെറൈറ്റി പിണ്ടി ഡെക്കറേഷൻസ് ഇതുപോലെ ചെയ്യാനായിട്ടും ഇവർക്ക് സാധിക്കട്ടെ.